ആ എന്നാടി? നീ എവിടാ, ഫ്രീ ആണോ? ആ ഫ്രീയാ. എടാ, എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാവോ? എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു പേടി. അതെന്നാ പേടി? നിന്റെ കെട്ടിയാനോടെ? അയാൾ ഇന്നലെ എങ്ങോട്ടോ പോയതാ. പിന്നെ ഞാൻ അച്ഛൻ്റെ സ്കൂട്ടർ കാണാതെ പോയ കാര്യം നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? അത് കിട്ടി. ആ കിട്ടിയോ? എവിടെന്ന്? ഒരാൾ വിളിച്ചിട്ട് സ്കൂട്ടർ അയാളുടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് പോയി ഒന്ന് എടുക്കണം. അയാളെ രണ്ടെണ്ണം പറയുകയും വേണം. എന്തിനാ രണ്ടെണ്ണം പറയുന്നത്? ആ മോഷിച്ചോണ്ട് പോയാണോ? എടാ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ മറവിയെ പറ്റി. ഒരു ദിവസം മഴ കാരണം അച്ഛൻ ഈ പറഞ്ഞവൻ്റെ വീട്ടിൽ സ്കൂട്ടറും വെച്ചേച്ച് ബസ്സിന് കയറി വീട്ടിൽ വന്നു. സ്കൂട്ടറിൻ്റെ കാര്യമാണ് അച്ഛൻ മറക്കുകയും ചെയ്തു. അതവൻ വിളിച്ച് പറഞ്ഞില്ലല്ലേ? അപ്പം രണ്ടെണ്ണം പറയണം. അതെ, 6 മാസം ഞാൻ വണ്ടി കൈ വെച്ചേക്കുന്നു. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയുക വണ്ടി റെന്റിന് വിട്ടെന്ന്. ആ സ്കൂട്ടർ റെന്റിന് കൊടുത്തോ? അതെ, അച്ഛൻ മരിക്കുന്നത് വരെ അതിനെ ഓർത്ത് സങ്കടത്തിലായിരുന്നു. ഇതാണോ വീട്? ദേ ആ പുള്ളി നിൽക്കുന്നു. താൻ എന്നാ പരിപാടിയാണോ കാണിച്ചേ? ഒരാളുടെ അസുഖത്തെ മുതലെടുത്ത് കാശുണ്ടാക്കാൻ തനിക്ക് നാണമില്ലേ? ആദ്യം നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്ക്. താനൊരു കോപ്പം പറയണ്ടോ? പറയാനുള്ളതൊക്കെ പോലീസിനോട് പറഞ്ഞാൽ മതി. നിങ്ങൾ പോലീസിലോ പട്ടാളത്തിലോ എവിടെ വേണം പോയി പറ. പക്ഷെ കുടുങ്ങാൻ പോകുന്ന ഞാനല്ല, ഇവിടെ കെട്ടിയോനാ. അതെന്നാ? ഇവിടെ അച്ഛനെന്ന സ്കൂട്ടർ വെച്ചിട്ട് പോയപ്പോഴേ എന്നോട് പറഞ്ഞായിരുന്നു മറവിയുടെ കാര്യം. മറന്നങ്ങാനും പോവാണെങ്കിൽ വിളിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടാ പുള്ളി ഒന്ന് പോയത്. എന്നിട്ട് ഈ 6 മാസമായിട്ട് നിനക്ക് ഇപ്പോഴാണ് അത് പറയാൻ തോന്നിയത്? ഞാൻ നിന്റെ കെട്ടിയോനെ പിറ്റേന്ന് തന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതാ. അവൻ അന്നേരം തന്നെ ഇവിടെ നീ വണ്ടി എടുത്തുകൊണ്ട് പോയതാ, നിന്റെ അച്ഛന് കൊടുത്തോളാം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് വണ്ടി കാണാനില്ലെന്ന്. ഞാൻ ഇവിടെ കെട്ടിയോനെ തപ്പിച്ചെന്നു. അന്നേരം അറിയുന്നത് ഈ വണ്ടി അവൻ്റെ വേറൊരു കൂട്ടുകാരന് 10,000 രൂപയ്ക്ക് പണയം വെച്ചേക്ക്. ഞാൻ ഒരെണ്ണം കൊടുത്തപ്പം അവൻ്റെ കൂട്ടുകാരനോട് സ്കൂട്ടർ തിരിച്ചു ചോദിച്ചു. അപ്പം അവൻ പറയുക 15,000 രൂപ കൊടുത്താൽ തിരിച്ചു തരാമെന്ന്, അല്ലെങ്കിൽ നിൻ്റെ ഫോൺ നമ്പർ കൊടുക്കണമെന്ന്. ഗതികെട്ട ഒരുത്തിനോട് പൈസയ്ക്ക് ഓരോ എൻ്റെ കെട്ടിയുടെ ഫോൺ നമ്പർ എന്തിനായിരിക്കും ചോദിക്കുന്ന ബൈ. അന്നേരം എൻ്റെ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞാൻ കടം മേടിച്ചിട്ടാണ് ഈ സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്നത്. ആ കടം വിട്ടാൻ വേണ്ടി ഞാൻ വേറെ റെൻറ്റിന് കൊടുത്തേക്കുമായിരുന്നു. ഇന്നലെ അയാൾ തിരിച്ചു കൊണ്ട് തന്നത്. ഞാൻ അപ്പോൾ തന്നെ നിങ്ങളെ വിളിക്കുകയും ചെയ്തു. സോറി ബൈ, നമ്മളൊന്നും അറിഞ്ഞില്ല. അല്ല, സ്കൂട്ടർ കൊണ്ടുപോയത് ഇവിടെ കെട്ടിയവൻ, നമ്പർ ചോദിച്ചതും പ്രശ്നമൊക്കെ ഇവരുടെ. അത് ഈ താനെന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത്? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തെ എൻ്റെ ജീവനും ജീവിതമൊക്കെ വരായിരുന്ന ഒരാളുടെ നമ്പർ ഒരു പെണ്ണുപിടിനെ അവിടെ കെട്ടിയവരോട് ചോദിക്കുന്നത് കേട്ടപ്പം ഞാൻ പിന്നെ എന്താ ബൈ ചെയ്യണ്ടേ?